ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോവാം. റീ എൻട്രിയുടെ ഭാഗമായിട്ട് മുൻഷി രഞ്ജിത്ത് വന്ന് കയറിയപ്പം മുതൽ തുടങ്ങിയതാണ് ഫൈനലിസ്റ്റുകളെ ഓരോരുത്തരായിട്ട് ചൊറിഞ്ഞ് എല്ലാവരെയും ചൊറിഞ്ഞ് പൊട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഫൈനലിസ്റ്റുകളെ ഓരോരുത്തരെയും ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്ന് പിന്നെ ആദിലേനെയും നൂറേനെയും മാത്രമാണ് ഇത്രയും ചൊറിയാതിരുന്നത്. ബാക്കിയുള്ള എല്ലാവരെയും, പിന്നെ ഷാനവാസിനെ അങ്ങ് വലിയ മൈൻഡ് ചെയ്യുന്നില്ല. ഷാനവാസിനെ വന്ന ആരും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇപ്പം മുൻഷി എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെവിനെ ചൊറിയുന്നുണ്ട്. നെവിൻ എന്തോ തീറ്റപ്പണ്ടാരമായിട്ട് നെവിനെ ചിത്രീകരിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ്. നെവിൻ അവിടെ കോണ്ടന്റ് കൊടുത്തിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നെവിൻ നല്ല രീതിയിൽ തന്നെ കോണ്ടന്റ് കൊടുത്ത് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ നെവിനെ വെറും ഒരു തീറ്റപ്പണ്ടാരമാക്കി തീറ്റക്കാരനാക്കി ചിത്രീകരിക്കാനായിട്ടുള്ള മുൻഷിയുടെ ശ്രമങ്ങളെ അക്ബർ പൊളിച്ചെടുക്കുന്നുണ്ട്. അക്ബർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയേ ഉള്ളൂ, അവൻ അവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്തിട്ടുണ്ട്, അല്ലാതെ അവൻ വെറും തിന്നാൻ വേണ്ടി മാത്രം കയറി വരുന്നവനാക്കി ചിത്രീകരിക്കാനൊന്നും നോക്കണ്ട. അങ്ങനെ പറഞ്ഞ ഇവിടെ ആരും വെറുതെ ഇരിക്കത്തൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അക്ബറിന്റെ ഒരു ശൗര്യം ഉണ്ടല്ലോ, ആ ഒരു അഗ്രസീവ് നേച്ചർ പുറത്തേക്ക് വരുന്നുണ്ട്. അതൊരു 50 ദിവസമൊക്കെ വരെ കണ്ടവർ അക്ബറിനെ വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുൻഷി ശരിക്കും പേടിച്ചു പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയൊന്നും വേണ്ട, താൻ അങ്ങനെയൊന്നും പറയൊന്നും വേണ്ട, ഫോടോ എന്നുള്ള രീതിയിലൊക്കെ അക്ബർ നിൽക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ വീരശൂര പരാക്രമി അക്ബർ ഇസ് ബാക്ക്. ഇപ്പോ നെവിന് വേണ്ടി അങ്ങനെ അക്ബർ സംസാരിക്കുന്നുണ്ട്. അതോടെ മുൻഷിയുടെ വായ അടഞ്ഞു. മുൻഷിയുടെ വായ ഇങ്ങനെ അടഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ഫൈനലിസ്റ്റുകളായിട്ട് മുൻഷിയുടെ വായ അടപ്പിക്കും. അത് നല്ല രീതിയിൽ ഏറ്റവും മാന്യമായിട്ട് വായ അടപ്പിച്ചത് ഹനീഷ് ആണെന്നുള്ളതേ ഉള്ളൂ. അക്ബറിന്റെ ഒക്കെ നേച്ചർ നമുക്കറിയാം. ഹനീഷിനെ പോലെ അങ്ങനെ മാന്യമായിട്ട് ചേട്ടാ തേർഡ് പാർട്ടിയുടെ അഭിപ്രായം എനിക്ക് വേണ്ട എന്നൊന്നും പറയത്തില്ല. അക്ബറൊക്കെ ദാം ബോറോ എന്നേ അക്ബറൊക്കെ പറയത്തുള്ളൂ. അപ്പൊ ഇമ്പാക്ട് തീർച്ചയായിട്ടും അക്ബർ പറയുന്നതിനാണ്. മുൻഷി ഇനി വാ തുറക്കുമെന്ന് തോന്നുന്നില്ല. അല്ല, പിന്നെ നെവിൻ നല്ല രീതിയിൽ തന്നെ കിച്ചൺ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുത്ത് ചെയ്തിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ്. ഈ 2 ആഴ്ചയായിട്ട് നെവിൻ ആയിരുന്നു കിച്ചൺ ഡ്യൂട്ടി. അപ്പോ നെവിൻ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു രീതി ശൈലിയൊക്കെ വളരെ നല്ല രീതിയിലാണ്. പിന്നെ ഈ വഴക്കിനകത്ത് ഞാൻ കേട്ടൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നെവിൻ അവിടെ പൂരി കഴിക്കാൻ വേണ്ടി എടുക്കുന്നുണ്ടെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ ജിഷിൻ അത് ചട്ടുകം വെച്ചിട്ട് കയ്യിൽ നിന്ന് എടുത്ത് തട്ടി മാറ്റിയിടുന്നു. അങ്ങനെ നെവിന്റെ കൈ പൊള്ളുന്നതാണ്. തട്ടി മാറ്റി വേസ്റ്റ് ബിന്നിൽ കളയുന്നുണ്ട് കേട്ടോ. ആ പൂരി അത് വേസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെതിരെ വിൻസി ചോദ്യം ഉയർത്തുന്നുണ്ട്, എന്തിനത് വേസ്റ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വഴക്കുണ്ടാവുന്നുണ്ട്. അപ്പൊ നെവിന്റെ കൈ അങ്ങനെ ആ രീതിയിൽ മനഃപൂർവ്വം പൊള്ളിച്ചതാണെന്നൊക്കെ വേണേൽ നമുക്ക് പറയാം കേട്ടോ. ഞാനിപ്പോഴും വിശ്വസിക്കുന്ന അറിയാതെയാണെന്നാണ്. പക്ഷെ മനഃപൂർവ്വം ആയിരിക്കാം. കാരണം അസൂയ മൂത്ത് എന്ത് വേണേലും മനുഷ്യർക്ക് ചെയ്യാം. അസൂയ എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു വികാരമാണ്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.